ജേസൺ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഗെയിൻ റൂബൻ അമോറം അടിച്ചിരിക്കുന്നു 2-1. വളരെ നല്ലൊരു കളിയായിരുന്നു. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് വളരെ അഗ്രസീവായിട്ട് കളിച്ചു, അല്ലെങ്കിൽ വളരെ ഡിഫെൻഡിങ് ആയിട്ട് കളിച്ചു, അതും സിറ്റിയെ പോലൊരു ടീമിനെതിരെ. ഇതിനെല്ലാം ഫസ്റ്റ് ക്രെഡിറ്റും ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അമദ് ദിയാലോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാകത്തില്ല. അദ്ദേഹത്തെ കളിപ്പിക്കാത്തവരും അദ്ദേഹത്തെ കളിപ്പിച്ചവരും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം തെളിയിച്ചുകൊണ്ടൊരു സൈലൻറ്റ് കില്ലറാണെന്ന് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വളരെ സന്തോഷമുണ്ട് സിറ്റിയെ പോലെ ടീമിനെ, അതും ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോളിന് പിന്നിൽ നിന്നിട്ട് 2 ഗോള് തിരിച്ചടിച്ച് ജയിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഡെർബി എവേ മത്സരമായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം, പറയാതിരിക്കാൻ വയ്യ. എവേ പോയി നമ്മളൊരു വിജയം നേടി. നമ്മളിപ്പം ടേബിളിൽ സിറ്റിയെക്കാട്ടിലും താഴെയാണെങ്കിലും ഈ ഒരു വിജയം തരുന്നത് വളരെ വലിയ ഒരു ആത്മവിശ്വാസമാണ് തരുന്നത്. അമദ് ദിയാലോ വെരി ബിഗ് മാൻ. എർട്ടൻ ഹാഗൻ അദ്ദേഹത്തിന് അവസരമൊന്നും കൊടുത്തില്ല, പക്ഷേ റൂബൻ അമോറം വന്നു. എന്നാൽ റാഷ്ഫോർഡും ഗർണാച്ചോയും കളിക്കില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിന് കൂടുതൽ അവസരം കിട്ടി. ഏകദേശം ഒരു 90 മിനിറ്റോളം അദ്ദേഹം കളിച്ചു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല, കറണ്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ടപ്പോഴും ടിപ്പിക്കൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ടിപ്പിക്കൽ മത്സരമായിട്ട് തന്നെ മാറുമെന്ന് കരുതി. പക്ഷേ അമദ് ദിയാലോ സൂപ്പർ. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത്, ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ രാത്രിക്ക് വേണ്ടി, ഇപ്പോൾ നെക്സ്റ്റ് ഗെയിമിന് വേണ്ടി ഫോക്കസ് ചെയ്യാമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. സ്റ്റാറ്റ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. 10 ഷോട്ട് അവരെടുത്തപ്പോൾ നമ്മളും 10 ഷോട്ട് എടുത്തു. പിന്നെ ഷോട്ട് ഓൺ ടാർഗറ്റ് 3 എണ്ണം വീതമാണ്. പിന്നെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്കാണ് ഇച്ചിരി മേൽക്കൈ. കുറേ ഓഫ് സൈഡിലൊക്കെ നമ്മളെ കുരുക്കി. അവർ ഓഫ് സൈഡ് കുരുക്കാൻ മിടുക്കന്മാരാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ അടുത്ത ഫുട്ബോൾ വിശേഷങ്ങളും വീഡിയോകളും വാർത്തകളുമായി കാണുന്നവരേക്കും ബൈ.